ഹലോ, നമ്മളിന്ന് ഒരു വാൾ ഡെക്കറാണ് ചെയ്യാൻ പോകുന്നത്. വാൾ ഡെക്കറിന് വേണ്ടിയിട്ട് ഞാൻ ബേസ് ആയിട്ട് എടുത്ത് കാർഡ്ബോർഡ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ള കുറച്ച് മരത്തിൻ്റെ ഉള്ള നേരിയ പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്സ് എടുക്കാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് ഞാൻ ഷേപ്പൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഐസ്ക്രീം സ്റ്റിക്ക് ആകുമ്പോൾ കുറച്ച് ഷേപ്പ് ഉണ്ടാവും, പക്ഷേ ഷേപ്പ് ഇല്ലാത്തതായിരിക്കും കുറച്ചുകൂടെ കാണാൻ ഭംഗിയെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഈ വുഡിൻ്റെ പീസ് ഇതുപോലെ ഈ കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പീസസ് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പെയിൻറ്റ് ചെയ്യാം. ഞാൻ പ്ലെയിനായിട്ട് ഇടുവാണ്. ഇനി ഇതാണ് നമ്മളുടെ മെയിൻ ഐറ്റം. നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഷർട്ടിൻ്റെ എല്ലാം അതുപോലെ ക്ലോത്ത് ഐറ്റംസൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ഷീറ്റാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിതിങ്ങനെ മടക്കിയിട്ട് പെറ്റൽസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇന്ന് ഫ്ലവർ ചെയ്യേണ്ടത്. അപ്പം എത്ര ഫ്ലവേഴ്സ് വേണോ അത്രയും പെറ്റൽസ് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി സെൻറ്ററിലേക്ക് വെക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ അലുമിനിയം ഫോയിലിൻ്റെ പീസാണ്. അത് ഞാനൊരു ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ട് ഒരു ക്ലോത്തിൻ്റെ ക്യാരി ബാഗാണ് വേസ്റ്റ് ആയിട്ടുള്ളത്, അതിൽ ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഓരോ പെറ്റൽസും അതിൻ്റെ ചുറ്റിനും വെച്ച് കൊടുത്തിട്ട് ത്രെഡ് വെച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫ്ലവേഴ്സും ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് ആ നീണ്ടു കിടക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ റെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. യെല്ലോ നമ്മുടെ കവറിൻ്റെ കളറാണ്. അപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറിനെ ചൂസ് ചെയ്യുക. നമുക്കിനി ഇത് ബേസിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിതിൻ്റെ സൈഡിലൂടെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഉരുകുന്ന ടൈപ്പാണ്. അപ്പം നമുക്ക് അത് കുറച്ച് നേരം അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കണം, അപ്പോഴേ നന്നായിട്ട് ഒട്ടിക്കിട്ടുള്ളൂ. അപ്പോൾ ഫെവിക്കോളൊക്കെ ആണെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യുന്നത്. കുറച്ച് സമയം ഇങ്ങനെ വെച്ചിരുന്നാൽ ഒട്ടി കിട്ടിക്കോളും. അപ്പം നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അതേ ഷീറ്റ് വെച്ചിട്ടാണ് ലീവ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ലീവ്സ് ചെയ്തിട്ട് ഇതുപോലെ സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്രീനും യെല്ലോവും വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വുഡൻ പീസിലേക്ക് എന്തെങ്കിലും കോഡ്സൊക്കെ എഴുതി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കോഡ്സ് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വെൽക്കം ഹോംന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലൊരു കോട്ടാണ് ഇവിടെ എഴുതുന്നത്. അപ്പം നമ്മളുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ വാൾ ഡെക്കറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കാണുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്